അപ്പോൾ എൻ്റെ ഇരിക്കുന്ന വണ്ടിയുടെ കീ എന്ന് പറഞ്ഞാൽ വെന്യൂ എൻലൈൻ്റെ ആണ്. അപ്പോൾ ഇതാണ് വണ്ടി, ഹ്യുണ്ടായിയുടെ വെന്യൂ എൻലൈൻ. വെന്യൂയുടെ ഒരു സ്പോർട്ടിയർ വെർഷനാണ്. നമുക്ക് ഇതിൻ്റെ കീ ഒന്ന് അകത്ത് കൊണ്ടുവയ്ക്കാം, എന്നിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഗ്രില്ലിൻ്റെ കാര്യം തന്നെ പറയാം. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലും പിന്നെ ക്രോം എലമെൻസിലാണ് ഗ്രില്ല് വരുന്നത്. പിന്നെ ക്രോമിൻ്റെ കാര്യം പറഞ്ഞാൽ ഡീക്രോംഡ് ആണ്. ഈ ഗ്രില്ല് ഫുള്ളും ക്രോമിൻ്റെ ഒരു ചെറിയ സ്ട്രിപ്സോ അല്ലെങ്കിൽ ബട്ടൺസ് ഒന്നും വേണമെങ്കിൽ പറയാം, അങ്ങനെയാണ് എടുത്തേക്കുന്നത്. അപ്പം എന്താണ്ട് ഇതാണ് എൻലൈൻ്റെ ബാഡ്ജ്. ഹ്യുണ്ടായിയുടെ ലോഗോ 3Dയിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ബമ്പറിൻ്റെ കാര്യം പറഞ്ഞാൽ സ്കിഡ് പ്ലേറ്റ്സ് ആണെങ്കിൽ ഒരു ഗ്രേ കളറിലാണ് സ്കിഡ് പ്ലേറ്റ്സ് കൊടുത്തേക്കുന്നത്. പിന്നെ റെഡ് എലമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ് ലാംപ്സിൻ്റെ കാര്യം പറഞ്ഞാൽ LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ്. പിന്നെ ചെറിയൊരു ഹൈ ബീമിന് ഹാലോജൻസ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതാണ് DRLs, ഈ റൗണ്ട് ഷേപ്പിലാണ് DRLs കൊടുത്തേക്കുന്നത്. പിന്നെ ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആക്ച്വലി ഒരു ക്യൂട്ട് ലുക്കിംഗ് കോമ്പാക്റ്റ് SUV എന്ന് പറയാം. ഒരു 4 മീറ്റർ ക്യൂട്ട് ലുക്കിംഗ് SUV എന്ന് പറയാം. സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ക്ലാഡിങ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. നോർമൽ ക്ലാഡിങ്സ് ആണ്. പിന്നെ റെഡ് എലമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫെൻഡറിലാണെങ്കിലും എൻലൈൻ്റെ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. വീലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 16 ഇഞ്ചിൻ്റെ വീൽസാണ് വരുന്നത്. എൻലൈൻ സ്പെസിഫിക് വീൽസാണ് വരുന്നത്. പ്രൊഫൈൽ പറയുകയാണെങ്കിൽ 215/60R16 ആണ് വരുന്നത്. പിന്നെ എൻലൈൻ്റെ ബാഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെഡ് കാലിപ്പേഴ്സാണ് കൊടുത്തേക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്. ഡുവൽ ടോൺ ട്രീറ്റ്മെൻറ്റിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ I think 180 mm ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത്. പിന്നെ സൈഡിലാണെങ്കിൽ ഇവിടെ പിയാനോ ബ്ലാക്ക് ടച്ചിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ റെഡ് എലമെൻസും കൊടുത്തിട്ടുണ്ട്. ലെങ്ത്ത് വരുന്നത് അണ്ടർ 4 meters ആണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ സൈഡ് പ്രൊഫൈൽ നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം. സൈഡ് പ്രൊഫൈൽ ഇതാണ്. നമുക്കിനി ഇതിൻ്റെ ബാക്ക് ഡോർ നോക്കാം. ബാക്ക് ഡോറിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് റൂഫിൻ്റെ കാര്യം പറഞ്ഞാൽ റൂഫ് റെയിൽസ് വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, നോർമൽ സൺറൂഫാണ്. പിന്നെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റീനയും വരുന്നുണ്ട്. പിന്നെ റൂഫിൻ്റെ കൂടെ ചേർന്ന് തന്നെ സ്പോയിലറും വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് ഡോട്ട് സ്പോയിലറാണ് വരുന്നത്. അകത്തോട്ട് വരുവാണെങ്കിൽ ഡോർ പാനൽസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫുള്ളും ഒരു പ്ലാസ്റ്റിക് ഡോർ പാഡ്സാണ് വരുന്നത്. പിന്നെ ലെതർ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുഷനിങ് കൊടുത്തിട്ടുണ്ട് ലെതറിൻ്റെ. പിന്നെ സ്പീക്കേഴ്സ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പവർ വിൻഡോയുടെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രേ കളറിലാണ് ഡോർ ഹാൻഡിൽസ് കൊടുത്തേക്കുന്നത്. ഇൻറ്റീരിയറിലോട്ട് വരുവാണെങ്കിൽ ലെതർ അപ്പോൾസ്റ്ററിയാണ് വരുന്നത്. റെഡ് എലമെൻറ്റ്സ് ഉണ്ട്. റെഡ് കളർ സ്റ്റിച്ചിങ്സ് ഉണ്ട്. പിന്നെ നമുക്ക് സേഫ്റ്റിയുടെ ആസ്പെക്റ്റ് പറയുന്നത് 3 pointed സീറ്റ് ബെൽറ്റ്സ് ആണ് വരുന്നത്. എല്ലാ പാസഞ്ചേഴ്സും 3 pointed സീറ്റ് ബെൽറ്റ്സും. പിന്നെ ഇവിടെ നമ്മുടെ സീറ്റ് ബെൽറ്റ് ഫിറ്റ് ചെയ്യാൻ നല്ല സ്പേസ് ഉണ്ട്. അപ്പം നമുക്ക് 60/40 സ്പ്ലിറ്റ് ബൂട്ട് സ്പേസ് ആക്സസ് ചെയ്യാം. നമുക്ക് ഇതിൽ കൂടെ ബൂട്ട് ആക്സസ് ചെയ്യാം. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. ഇതാണ് ഏറ്റവും റിക്ലൈൻഡ് പൊസിഷൻ. ഇതാണ് നോർമൽ പൊസിഷൻ. റിക്ലൈൻഡ് പൊസിഷനിൽ തന്നെ വയ്ക്കാം. പിന്നെ 3 പാസഞ്ചേഴ്സിനും ഇൻഡിവിജ്വൽ ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. അകത്തോട്ട് കയറുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. ഇത് ഏറ്റവും ബാക്കിലോട്ടാണ് സീറ്റ് വെച്ചേക്കുന്നത്. പൊസിഷൻ കുഴപ്പമില്ല. ലെഗ് റൂം ഉണ്ട്. അണ്ടർ തൈ സപ്പോർട്ടാണെങ്കിൽ ഡീസൻ്റ് ആണ്. ആക്ച്വലി കുഴപ്പമില്ല. ഹെഡ് റൂം നല്ലപോലുണ്ട്. നല്ല ഹെഡ് റൂം ഉണ്ട്. ഇതാണ് അകത്ത് മീൻസ് ഫ്രണ്ട് വ്യൂ. സ്റ്റിയറിംഗ് വീൽ ഇതൊക്കെയാണ്. നമുക്ക് പിന്നെ നോക്കാം. പിന്നെ മേളിലോട്ട് ഒരു റീഡിംഗ് ലാമ്പ് ഉണ്ട്. നോർമൽ ഹാലോജൻ ആണ്. ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂഫ് ലൈനിങ് ഫുള്ളും ബ്ലാക്ക് ആണ് വരുന്നത്. ബ്ലാക്ക് റൂഫ് ലൈനിങ് ആണ് വരുന്നത്. 6 എയർ ബാഗ്സ് ആണ്. I think സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നു 6 എയർ ബാഗ്സ്. എൻലൈൻ സ്പെസിഫിക്കിനകത്ത് 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ നമുക്ക് ഡോർ അടച്ചു നോക്കാം. ബാക്കിലോട്ട് വരുവാണെങ്കിൽ LED ടൈൽ ലാംപ്സ് ആണ് വരുന്നത്. ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. പക്ഷേ LED കണക്റ്റിംഗ് ടൈൽ ലാംപ്സ് ആണ് വരുന്നത്. ഫുള്ളി LED ആണ് വരുന്നത്. പിന്നെ താഴോട്ട് പോയാൽ ഇവിടെയാണ് റിവേഴ്സ് ലാമ്പ് വരുന്നത്. ചെറിയൊരു എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കിഡ് പ്ലേറ്റ് ആണെങ്കിൽ ബ്ലാക്ക് ഡൗട്ട് ആണ്. പിന്നെ റെഡ് എലമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ എക്സോസ്റ്റ് ആണ്. ഇതാണ് പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ സൗണ്ട് ആക്ച്വലി നല്ല സൗണ്ടാണ് വരുന്നത്. പിന്നെ ക്യാമറ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ഒരെണ്ണേ വരുന്നുള്ളൂ. പിന്നെ വെന്യൂയുടെ ബാഡ്ജ് ഡീക്രോമിലാണ് ചെയ്തേക്കുന്നത്. ഒരു ഫുള്ളി ക്രോം അല്ല, ഒരു മിക്സ്ചർ ഓഫ് കോഫി ക്രോം എന്ന് പറഞ്ഞാൽ ക്രോം എലമെൻറ്റിൽ തന്നെ ഒരു ഡള്ളായിട്ടുള്ള ക്രോം എലമെൻറ്റാണ്. പക്ഷേ നല്ല രസമുണ്ട്. പിന്നെ എൻലൈൻ്റെ ബാഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈപ്പേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഡീഫോക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. ബൂട്ട് ആക്സസ് ചെയ്യുകയാണെങ്കിൽ I think 350 liters ഓഫ് ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. ബൂട്ട് ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാർസൽ ഷെൽഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുകയാണെങ്കിൽ സ്പെയർ വീലാണെങ്കിൽ I think 195/65 R15 ഇഞ്ചസിൻ്റെയാണ്. 1 ഇഞ്ച് കുറവാണ്. ഹസാർഡിൻ്റെ ട്രയാങ്കിളാണ് അതിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ബൂട്ടിൻ്റെ കാര്യം പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ക്ലോസ് ചെയ്ത് നോക്കാം ബൂട്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് ലാംപ്സ് എല്ലാം ഇവിടെ തന്നെ വരുന്നുണ്ട്. അത് നമുക്കൊന്നും കൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്പർ പ്ലേറ്റ്സിൻ്റെ ലാംപ്സ് ഇവിടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അകത്തോട്ട് പോകാം. അകത്തോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ തന്നെ റിക്വസ്റ്റ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അകമൊന്ന് കണ്ടു നോക്കാം. ഇവിടെയാണെങ്കിൽ നോർമൽ സീറ്റ്സ് ആണ് വരുന്നത്. I think this is the second top variant. നോർമൽ സീറ്റ്സ് ആണ് വരുന്നത്. പവറല്ല. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ആണ്. പിന്നെ പാഡൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ
ക്രോം ആണ് വരുന്നത്, മീൻസ് ഫുള്ളി പോളിഷ്ഡ് അലൂമിനിയം പെഡൽസ് ആണ് വരുന്നത്. പിന്നെ അകത്തോട്ട് കയറുകയാണെങ്കിൽ ഇത് പുതിയ വണ്ടിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീൽ പറയുകയാണെങ്കിൽ എൻ സ്പെസിഫിക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ആക്ച്വലി നല്ല രസമുണ്ട്. കണ്ട സ്റ്റിച്ചിങ് ഒക്കെ റെഡ് എലമെൻറ്റിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ എല്ലാ കാര്യം പറഞ്ഞാൽ മീഡിയ കൺട്രോൾസ് വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോളിൻ്റെ ഫംഗ്ഷൻസ് ഇവിടെയാണ് വരുന്നത്. പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. പാഡൽ ഷിഫ്റ്റേഴ്സിൻ്റെ കാര്യം പറയാം, ഗിയർ ബോക്സിൻ്റെ കാര്യം പറയാം, 7 സ്പീഡ് DCT ആണ് വരുന്നത്. പിന്നെ ഇവിടെ വൈപ്പറിൻ്റെ ടോഗിൾസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്സിൻ്റെ ടോഗിൾസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മളെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ലെവലറും പിന്നെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പും പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യുന്ന ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇവിടെ ആണെങ്കിൽ ORM കൺട്രോൾസും വിൻഡോ കൺട്രോൾസ് എല്ലാം ഇവിടെ തന്നെ വരുന്ന. പിന്നെ ഇവിടെ ഒരു ലെതർ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് വിത്ത് റെഡ് സ്റ്റിച്ചിങ്. കൺസോൾ പറയുകയാണെങ്കിൽ 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻ്റ് ആണ്. പിന്നെ ഫിസിക്കൽ കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഓഡിയോ കൺട്രോൾസ് ഇവിടെ തന്നെ എല്ലാം വരുന്നുണ്ട്. പിന്നെ ഹസാർഡ് ലാമ്പിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോ AC-യുടെ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വയർലെസ് ചാർജർ കൊടുത്തിട്ടുണ്ട്, മൈക്രോ USB-യുടെ പോർട്ടും പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ പോർട്ടും പിന്നെ ഒരു Type-C പോർട്ടിൻ്റെ പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഗിയർ ബോക്സ് 7 സ്പീഡ് DCT ആണ്. എൻ സ്പെസിഫിക് ഗിയർ നോബാണ് വരുന്നത്. പിന്നെ ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. നോർമൽ, ഇക്കോ, സ്പോർട്ടാണ് വരുന്നത്. പിന്നെ കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ് വരുന്നത്. പിന്നെ ആംബ്രസ്റ്റിൻ്റെ അടിയിൽ തന്നെ ഇത്തിരി സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ വയ്ക്കാം. പിന്നെ ഡാഷ്ബോർഡിൻ്റെ കാര്യം പറയുന്നത് മീൻസ് ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ഗ്ലോ ബോക്സിൻ്റെ കാര്യം പറയുന്നത് അത്യാവശ്യം ഡീപ്പാണ്. പിന്നെ ഇവിടെ തന്നെ ഇത്തിരി സ്പേസ് ഉണ്ട്. ഇവിടെ തന്നെ ചെറിയൊരു ആംബിയൻ ലൈറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് കൊടുത്തേക്കുന്ന വരുന്നത്. പിന്നെ റെഡ് എലമെൻറ്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ സ്പെസിഫിക് വേരിയൻ്റ് ആയതുകൊണ്ട് റെഡ് എലമെൻറ്റ്സ് ഒക്കെ എല്ലായിടത്തും വന്നിട്ടുണ്ട്. പിന്നെ IRVMs ആണ്, ഡേ നൈറ്റ് IRVMs ആണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ക്യാമറ എടുത്തിട്ടുണ്ട്. ഒരു നോർമൽ സൺറൂഫ് ആണ് വരുന്നത്. സൺബ്ലൈൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ സൺഷെയ്ഡിൻ്റെ കാര്യം പറയുന്നത് നോർമൽ സൺഷെയ്ഡാണ്. ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. ഇവിടെയാണ് ഡ്രൈവർ സൈഡിലാണ് നോർമലാണ് വരുന്നത്. പിന്നെ ചെറിയൊരു റീഡിംഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഹാലോജൻസ് ആണ്. പിന്നെ ഇതാണ് ഹ്യുണ്ടായി വെന്യൂയുടെ ഇൻറ്റീരിയറിൻ്റെ കാര്യം പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഓഫ് ചെയ്തിട്ട് ബോണറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് 1 ലിറ്റർ GD എൻജിൻ, ടർബോ ചാർജ് എൻജിനാണ്. 120 bhp, അറൗണ്ട് 200 Nm ഓഫ് ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. വെന്യൂയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് 3 സിലിണ്ടർ ആണ്. പക്ഷേ 3 സിലിണ്ടർ ആണെങ്കിൽ പവർഫുള്ളാണ്. കമ്പയർ ചെയ്യുമ്പോൾ വെന്യൂയുമായിട്ട് പവർഫുള്ളുമാണ്. പിന്നെ ഡൈനാമിക്സിലാണെങ്കിൽ ഡ്രൈവബിലിറ്റിയിലാണെങ്കിൽ ഡിഫറൻ്റ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു നോക്കാം. അപ്പോൾ ഇതാണ് ഹ്യുണ്ടായി വെന്യൂയുടെ ഒരു ചെറിയൊരു ഡീറ്റെയിൽഡ് വോക്ക് അറൗണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് അലോ ദ ബെൽ ഐക്കൺ. പിന്നെ ഫോർ എൻക്വയറീസ് പോപ്പുലർ ഹ്യുണ്ടായിലെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഞാൻ വീഡിയോയുടെ സൈഡിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.